സംഗമത്തിന് ചെലവായ തുക ദേവസ്വം ബോർഡിന് തിരികെ നൽകി എന്ന് മന്ത്രിസഭയെ അറിയിച്ചു. എന്നാൽ തുക പൂർണ്ണമായും തിരികെ നൽകിയിട്ടില്ല എന്ന് SIT ചൂണ്ടിക്കാട്ടുന്നു. 3,40,00,000 രൂപ നഷ്ടമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മറുപടി നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. 10 ദിവസത്തിന് ശേഷം വീണ്ടും ഈ കേസ് പരിഗണനയ്ക്കായി മാറ്റി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് SIT ഇന്ന് കോടതിയിൽ നൽകിയത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആകെ ചെലവായത് 3,40,00,000 രൂപ. പക്ഷേ ഇതിൻ്റെ ഒരു മിനിറ്റ്സും ദേവസ്വം ബോർഡിൻ്റെ പക്കലില്ല. ഈ തുക സമ്പൂർണ്ണമായി സർക്കാർ മടക്കി നൽകി എന്ന് പറയുമ്പോഴും നിയമസഭയിലാണ് ദേവസ്വം മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പക്ഷേ അങ്ങനെ നൽകിയിട്ടില്ല എന്നുള്ള വലിയ ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ച ഒരു റിപ്പോർട്ടാണ് SIT കോടതിയിൽ നൽകിയത്. 10 ദിവസത്തിനകം ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ മറുപടിയും ഹൈക്കോടതി തേടിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ, അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് 45 ദിവസത്തിനുള്ളിൽ കൈമാറണമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. അതായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് ആഗോള അയ്യപ്പ സംഗമം നടന്നത്. പക്ഷേ ഈ 45 ദിവസം കാലാവധിക്കുള്ളിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിച്ചില്ല. പിന്നീട് ഹൈക്കോടതി ഒരവസരം കൂടി നൽകിയിരുന്നു. അതായത് ഒരു മാസത്തിനുള്ളിൽ, ഇക്കഴിഞ്ഞ ജനുവരി 8-ാം തീയതി ഹൈക്കോടതി അന്ത്യശാസനം നൽകിക്കൊണ്ട് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിരുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 10 ദിവസത്തിന് ശേഷം പ്രസ്തുത ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവസ്വം ബോർഡ് എന്തുകൊണ്ടാണ് ഈ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ള പൊരുത്തക്കേടുകൾ, അതിന് എന്താണ് മറുപടി എന്നുള്ള കാര്യത്തിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തത വരുത്തണം. നേരത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ ആദ്യഘട്ടത്തിൽ അറിയിച്ചത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും 1 രൂപ പോലും ചെലവ് വരുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് തുക എടുത്തിട്ട് കൂടി അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 2 കോടിയിലധികം രൂപ ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് എടുത്തിരുന്നു. ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ പക്കലുള്ള പണം ചെലവാക്കിക്കൊണ്ട് നടത്തിയ ഒരു ആഗോള അയ്യപ്പ സംഗമം നേരത്തെ ദേവസ്വം ബോർഡാണെങ്കിലും സർക്കാരാണെങ്കിലും സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തങ്ങൾക്കിതിൽ റോളില്ല, എല്ലാം നോക്കി നടത്തുന്നത് ദേവസ്വം ബോർഡാണ്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ തുകയൊന്നും എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സർക്കാരിന്റെ പ്രോട്ടോകോൾ ഓഫീസർ, സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മുറിവാടകയുടെ ബില്ലടക്കി ഏകദേശം 37 ലക്ഷം രൂപയുടെ ബില്ലടക്കമാണ് അടച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിൽ അടച്ചിട്ടുള്ളത് 25,000 രൂപയുടെ ബില്ല് മാത്രമാണ്. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്ന് ബില്ലടയ്ക്കുന്ന ഒരു സാഹചര്യം, സർക്കാർ ഇതിൽ റോളില്ല എന്ന് പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെലവുകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ദേവസ്വം അക്കൗണ്ടിൽ നിന്ന് തുകകൾ വകയിരുത്തുന്നുണ്ട്. ആ തുക തിരിച്ചടയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്പോൺസർഷിപ്പ് തുക വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ കാരണമായിട്ട് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ ചെലവ് കണക്കുകൾ സംബന്ധിച്ചുള്ള അവ്യക്തതയിൽ ഇപ്പോഴും ദേവസ്വം ബോർഡിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി രേഖാമൂലം 10 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്ന് ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി ഇതിന്റെ പകർപ്പ് ലഭ്യമാകുമെന്നാണ് സൂചന. ആ ഇടക്കാല ഉത്തരവിലായിരിക്കും എന്തുകൊണ്ടാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഈ ദേവസ്വം ബോർഡിനോട് ഈ മറുപടി രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. വിനോദ്, വ്യക്തമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ചെലവഴിച്ച തുകയിന്മേൽ ദേവസ്വം ബോർഡിന്റെ പക്കൽ മിനിറ്റ്സ് ഇല്ല. അതുപോലെ തന്നെ ഇതിന് ചെലവാക്കിയ 3,40,00,000 രൂപ ഇത് സർക്കാർ ദേവസ്വം ബോർഡിന് സമ്പൂർണ്ണമായി മടക്കി നൽകിയിട്ടില്ല. മടക്കി നൽകി എന്നുള്ള കാര്യമാണ് ദേവസ്വം മന്ത്രി നിയമസഭയെ അറിയിച്ചത്. ഇത് തെറ്റായ വിവരമാണെന്ന് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യത്തിൽ 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.